നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, സക്കറിയ 9:16. അന്ന് അവരുടെ ദൈവമായ കർത്താവ് തൻ്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും. കിരീടത്തിൽ രത്നങ്ങൾ എന്നതുപോലെ അവിടുത്തെ ദേശത്ത് അവർ ശോഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. സെഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചനെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേട്ട തിരുലിഖിതം സക്കറിയ പ്രവചനത്തിൽ 9-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാം തിരുലിഖിതമാണ്. അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അന്ന് അവരുടെ ദൈവമായ കർത്താവ് തൻ്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും. അവർ കിരീടത്തിൽ രത്നങ്ങൾ എന്നതുപോലെ അവിടുത്തെ ദേശത്ത് ശോഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവം ഇടപെടാൻ ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ആ സമയത്ത് അന്ന് അവരുടെ ദൈവമായ കർത്താവ് അവരെ രക്ഷിക്കും. എന്നിട്ടോ ഒരു കിരീടത്തിൽ രത്നങ്ങൾ എന്നതുപോലെ, ഒരു കിരീടം പോലെയല്ല, ഒരു കിരീടത്തിൽ രത്നങ്ങൾ എന്നതുപോലെ അവിടുത്തെ ദേശത്ത് അവർ ശോഭിക്കും എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ധ്യാനം കൂടാൻ വന്ന ഒരു സിസ്റ്ററിൻ്റെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ സിസ്റ്റർ തൻ്റെ ജീവിതത്തിൽ പല ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് ഇവിടെ ധ്യാനം കൂടാൻ വന്നപ്പോൾ ദൈവമായ കർത്താവ് ആ സിസ്റ്ററിനെ സന്ദർശിച്ചു. എന്നിട്ട് കിരീടത്തിൽ രത്നങ്ങൾ എന്നതുപോലെ ദേശത്ത് ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് ആ സിസ്റ്ററിനെ അഭിഷേകം ചെയ്ത് ഉയർത്തി. നമുക്ക് ആ സാക്ഷി ഒന്ന് ശ്രവിക്കാം. എൻ്റെ പേര് സിസ്റ്റർ സിന്ധു, എറണാകുളം സൈഡ് നോർത്ത് പറവൂർ നിന്ന് വരണ. ചെറുപ്പം മുതലേ എനിക്ക് എൻ്റെ ഈ കൈക്ക് സ്വാധീനക്കുറവായിരുന്നു. ഇടത് കൈക്ക് ഞരമ്പിന് വളവുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. തണുപ്പ് വരുമ്പോൾ തലയൊന്നും അനക്കാൻ പറ്റില്ല, നീര് വെച്ച് ഭയങ്കര കഴുത്ത് വേദനയൊക്കെ ആയിരിക്കുള്ളൂ. എനിക്ക് ഒരു സാധനം ഒരു ഗ്ലാസ് പോലും എനിക്ക് ഈ കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും പിടിക്കാൻ പറ്റില്ല. ചായ ഞാൻ കുടിക്കണമെങ്കിൽ ഈ ഇടതായി പിടിക്കണമെങ്കിൽ എൻ്റെ വലതുകായും കൂടി താങ്ങിയിട്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ചായ കുടിക്കാറ്. ടേബിളിലെ ഒരു ഇതുപോലെ എനിക്ക് എടുത്ത് പാസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഞാൻ അവർ സിസ്റ്റേഴ്സിനോടാണ് പറയാറ്, എനിക്ക് പറ്റില്ല, നിങ്ങൾ തന്നെ ഒന്ന് പാസ് ചെയ്യുന്നു. അവരെന്നെ സഹായിക്കാറുണ്ട്. പിന്നെ കട്ടുകൂടി ഒരു സാധനം പോലും എൻ്റെ ഈ കൈ കൊണ്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ഈവൻ ഒരു ബുക്ക് പോലും എനിക്ക് പിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കൈ ഭയങ്കര വിറവലായിരിക്കും, അധികം പൊക്കാനും പറ്റില്ല. ഇവിടം വരെ നിൽക്കുമ്പോഴേക്കും എനിക്ക് കൈ കഴക്കി വരുന്നു. ഇവിടെ വന്നപ്പോൾ തൈലാഭിഷേക പ്രാർത്ഥനയിൽ ഞാൻ ബ്രദറിനോട് പറഞ്ഞു. അങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സ്തുതിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഉയർത്താൻ പറ്റണമെങ്കിലും കഴച്ചങ്ങോട്ട് പോവുകയാണ്. ഒത്തിരി നേരം എനിക്ക് പറ്റൂല. ഞാനപ്പോൾ താഴെ കൈ വയ്ക്കും. പക്ഷേ ഈ കൈക്ക് വളവുള്ള കാരണം വളഞ്ഞു തന്നെ ഇരിക്കുള്ളായിരുന്നു. അപ്പൊ ഇന്ന് രോഗവിടുതൽ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയായിരുന്നു. ഞാൻ ബ്രദറിനോട് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്ക് അയച്ച കൂട്ടത്തിൽ ഈ സിസ്റ്റർ പോയി ഞാൻ ബ്രദറിനോട് പറഞ്ഞു. അങ്ങനെ ബ്രദറും ഞാനും ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് യേശു ശരിക്കും സുഖപ്പെടുത്തുന്നുണ്ട് കൈ. അതുപോലെ തന്നെ ഈ കൈക്ക് ഇത്തിരി നീളം കുറവായിരുന്നു, അതും ഈ എൻ്റെ വലത് കൈയുടെ ഒപ്പം തന്നെ നീളവും വെച്ച് എനിക്ക് നന്നായിട്ട് ഉയർത്താൻ എനിക്ക് സാധിച്ചു. നന്നായിട്ട് ഉയർത്താൻ സാധിച്ചു. സഹോദരങ്ങളെ, കൈയുടെ നീളവും കൂടി കൈ ഉയർത്താനും പറ്റുന്ന കർത്താവ് അതുപോലെ അനുഗ്രഹിച്ചു. ഞാൻ ഇതുപോലത്തെ ഒരു സൗഖ്യം ഓർക്കുന്നത് ദുബായിൽ വെച്ചിട്ട് ബഹുമാനോട് സേവർക്കാൻ വട്ടാരിച്ച് വിളിച്ച് പറഞ്ഞു, ഇതാ കർത്താവ് ഒരു കുഞ്ഞിൻ്റെ കാലിൻ്റെ നീട്ടം വർദ്ധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദുബായിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബം, അതായത് കേരളത്തിലുള്ള ഒരു കുഞ്ഞിന് കാലിന് നീട്ടമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ അവിടെ പറഞ്ഞ ക്ഷണത്തിൽ ഇവിടെ കൊച്ചിൻ്റെ കാലിന് നീട്ടം വെച്ചു. എന്നിട്ട് അതേപോലത്തെ ഒരു സാക്ഷിയാണ് ഈ സാക്ഷി സംഭവിച്ചിരിക്കുന്നത്.
വേറൊരു സൗഖ്യം കൂടി എനിക്ക് കിട്ടി. എനിക്ക് സംഭവം സിസ്റ്റർ ശരിക്കും ടോൺസിലേറ്റ്സിന്റെ ഇതുണ്ട്. അപ്പൊ ഞാൻ ഐസ്ക്രീം ഒന്നും അങ്ങനെ കഴിക്കാറില്ല. മിക്കപ്പോഴും എനിക്ക് ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിരിക്കുള്ളൂ. അതും വെച്ച് പ്രാർത്ഥിച്ച് ബ്രദർ എന്നോട് പറഞ്ഞു, ഇനി എന്ത് വേണമെങ്കിലും കഴിച്ചോ, എല്ലാം ദൈവം എടുത്തു മാറ്റിയിരിക്കണെന്ന്. ഇപ്പൊ എനിക്ക് ഒരു വേദന പോലും ഇല്ല. എനിക്ക് ചുമ കുത്തുവരുന്നു. ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. എല്ലാം ക്ലിയറായി. നേരെ ഒരേപോലെ തന്നെ വന്ന, അല്ലെങ്കിൽ ഇത് ഇത്തിരി ഇങ്ങനെ ഇരിക്കുള്ളായിരുന്നു കൈ. ഇതിപ്പോ നേരെ തന്നെ ഒരുമിച്ച് തന്നെ നിൽക്കാൻ തന്നെ, ഒരുമിച്ച് തന്നെ എനിക്ക് പൊക്കാനും സാധിച്ചു കൈ. ഇതൊക്കെ കാണാനും കേൾക്കാനും ദൈവം നമുക്കാണ് കൃപ നൽകിയത്. സഹോദരങ്ങളെ നോക്കിയേ, ഒരൽമായ സഹോദരൻ കൃപ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ദാ വളഞ്ഞിരിക്കുന്ന കൈ നിവരുന്ന് സിസ്റ്റർ കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. ചിന്തിച്ചു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിസ്റ്ററിനെ കർത്താവ് സ്പർശിക്കാൻ തീരുമാനിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു സഹോദരനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ആ സിസ്റ്ററെ കൊണ്ട് സ്പർശിച്ച്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ദൈവമായ കർത്താവ് തൻ്റെ അജഗണത്തെ രക്ഷിക്കും. കിരീടത്തെ രത്നങ്ങൾ എന്നതുപോലെ ശുശ്രൂഷ ചെയ്യാൻ, ജീവിക്കാൻ കർത്താവരെ പടുത്തുയർത്തും എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാരെയും കർത്താവ് സന്ദർശിക്കുന്ന സമയമാണ് ഈ സമയം. ഈ സമയം നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവിടുത്തെ സന്ദർശനത്തിൽ തീപ്പൊരി എന്നതുപോലെ നമ്മൾ കത്തിപ്പടരുമെന്ന് ജ്ഞാനത്തിന്റെ പ്രവചനത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് അതരവ് ഹൃദയം ഒന്നുപോലെ തുറന്ന്, ഓ കർത്താവേ, അവിടുത്തെ സന്ദർശനത്താൽ ഞങ്ങൾ പ്രശോഭിതരാകട്ടെ. അവിടുത്തെ സന്ദർശനത്താൽ ഞങ്ങൾ കിരീടത്തിൽ രത്നങ്ങൾ എന്നപോലെ ശോഭിക്കട്ടെ. ഓ പരിശുദ്ധാത്മാർ, പുതിയ അഭിഷേകം ഞങ്ങളുമേ തുറന്നു തരണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, രോഗമുള്ള ശരീരത്തിൽ ഇന്ന് അങ്ങ് സന്ദർശിക്കുമ്പോൾ ഒരു വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നവർ ഇന്ന് അവിടുന്ന് സന്ദർശിക്കുമ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളുകളെ അന്ധകാരത്തെ പെട്ടിരിക്കുന്ന ദൈവമക്കൾ, ഓ കർത്താവേ, ഇന്ന് അവിടുന്ന് സന്ദർശിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞ് ശക്തിയുള്ള വിടുതൽ പ്രാപിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അന്ധകാരങ്ങളെ ശാസിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ഓ പരിശുദ്ധാത്മ വ്യാപരിക്കട്ടെ. വചനം ശ്രവിക്കാൻ തക്കവിധം ദൈവാത്മാവെ ഓരോ ഹൃദയത്തെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല. യേശുവ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന, ആരാധന. കല്ലിച്ചുപോയി ഹൃദയങ്ങൾ ഇപ്പോൾ മാംസലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കല്ലിച്ചുപോയി ഹൃദയങ്ങൾ ഇപ്പോൾ മാംസലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവ ആരാധന, യേശുവ ആരാധന, യേശുവ ആരാധന, യേശുവ ആരാധന, യേശുവ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വചനത്തിൻ്റെ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മപ്രശംസ ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിലെ എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 16-17 തിരുവചനങ്ങൾ. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നുവെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. മറിച്ച് ഒരു ദൈവ പൈതൽ എന്താണ് പറയേണ്ടത്?
വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മപ്രശംസ എന്ന് പറയുന്നത് ദൈവം ബൈബിൾ അംഗീകരിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഈ ആത്മപ്രശംസ എന്ന് പറയുന്നത് ഒരു തിന്മയാണ് എന്നൊരു തിരിച്ചറിവ് പോലും ഇല്ലാതെ ജീവിക്കുന്ന അനേകർ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനവൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പൊങ്ങി പൊങ്ങി പറയുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെ പ്രതി വലിയൊരു സംതൃപ്തിയും ഒരു സന്തോഷവും ഒരു ആഹ്ലാദവും ഒരു തലയെടുപ്പും അത് നടത്തത്തിലും നോട്ടത്തിലും നിൽപ്പിലും ഭാവത്തിലും എല്ലാം ഒന്നുപോലെ തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള ചിന്താരീതികളും ഇപ്രകാരമുള്ള മനോഭാവങ്ങളും ഇപ്രകാരമുള്ള ഉള്ളിൽ തന്നെയുള്ള പറച്ചിലും ഇപ്രകാരം പുറമേക്ക് വരാൻ സാധ്യതയുള്ള സംസാരവും വചനപ്രകാരം നിന്റെ ജീവിതത്തെ തിന്മയ്ക്ക് കളമൊരുക്കി നിന്നെ വലിച്ച് താഴെയിടുന്ന ഒരു വലിയ പാപത്തിന്റെ മേഖലയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. അതെവിടെ നമ്മൾ വായിക്കുന്നത്? അത് നമ്മൾ വായിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിന്റെ 32-ാം തിരുലിഖിതം: നീ നിന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ഭോഷത്വം കാട്ടുകയോ തിന്മയ്ക്ക് കളയൊരുക്കുകയോ ചെയ്യുന്നവനാണെങ്കിൽ നിശബ്ദത പാലിക്കുക. നീ നിന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ഭോഷത്വം കാട്ടുകയോ തിന്മയ്ക്ക് കളമൊരുക്കുകയോ ചെയ്യുന്നവനാണെങ്കിൽ നിശബ്ദത പാലിക്കുക. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തന്നെ ഒരു പുകഴ്ത്തല്, ഒരു സെൽഫ് ഗ്ലോറി, ഒരു ആത്മപ്രശംസ അങ്ങനെ ഉള്ളിൽ വന്നാൽ അത് തിന്മയ്ക്ക് കളമൊരുക്കും എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ആരാണ് സാധാരണ തിന്മയ്ക്ക് കളമൊരുക്കണത്? ബൈബിളിൽ തിന്മയ്ക്ക് കളമൊരുക്കുന്ന ആള് പിശാചാണെന്നാണ് ബൈബിളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവനാണ് ഓരോ ദൈവഭക്തന്റെയും പാപത്തിലേക്ക് വീഴിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കളമൊരുക്കി കാത്തിരിക്കുന്നത് സാത്താന്റെ പിശാചിന്റെ ഭാഗത്ത് പുരാതന സർപ്പമാണെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരു ആത്മപ്രശംസയുടെ ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ അത് തിന്മയ്ക്ക് കളമൊരുക്കാനുള്ള സാധ്യത കൂട്ടിവെക്കാണ് ചെയ്യണത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ അത് സ്തോത്രം. നാശത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുമെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അതിന് വളരെ പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട് സഹോദരങ്ങളെ. അതേക്കുറിച്ചാണ് താക്കീതുകൾ ബൈബിളിലുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തില് 1-ാമത്തെ അധ്യായത്തിന്റെ 30-ാം തിരുലിഖിതം: വീണ് അവമതി ഏൽക്കാതിരിക്കുവാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ദൈവമല്ല അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ബിസിനസ്, നിന്റെ ജോലി, നിന്റെ കൃഷി, നിന്റെ ശുശ്രൂഷ ജീവിതം, നിന്റെ ഇടവക ജീവിതം, നിന്റെ സമൂഹ ജീവിതം, നിന്റെ എല്ലാ ജീവിതങ്ങളും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളിൽ തന്നെ ഒരു പുകഴ്ത്തൽ വന്നിട്ട് വചനം പഠിപ്പിക്കാണ്: വീണ് അവമതിയേൽക്കാതിരിക്കണമെങ്കിൽ ആത്മപ്രശംസ ഒഴിവാക്കണമെന്ന് വചനം വെളിപ്പെടുത്തുന്നത്. അതിന് വളരെ കോൺക്രീറ്റ് ഉദാഹരണം ബൈബിളിലുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ദാനിയേൽ പ്രവചനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. ദാനിയേൽ 4:29-31. അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൽ മറ്റബാബിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എന്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എന്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ ഈ മഹത്തായ ബാബിലോൺ. എന്ന് പറഞ്ഞാൽ നബൂഖദ്നേസർ രാജാവാണ് അവിടുത്തെ കഥാപാത്രം. നബൂഖദ്നേസർ രാജാവ് രാജ്യഭരണം ഏറ്റെടുത്തു. രാജ്യമല്ല അദ്ദേഹത്തിന് കൈപ്പിടിൽ ഒതുങ്ങി. രാജകൊട്ടാരങ്ങളായി, മന്ത്രിമാരായി, ഭാര്യമാരായി, മക്കളായി എല്ലാം അദ്ദേഹത്തിന്റെ കൈപ്പിടിൽ ഒതുങ്ങി. എന്നിട്ട് അദ്ദേഹം വലിയ മനോഹരമായ ഒരു രാജകൊട്ടാരം പണിതുയർത്തി. എന്നിട്ട് ആ രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കൂടെ ഒരു പ്രത്യേക ഉലാത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ, ഞാനിതിലൊക്കെ ചെയ്തത് കൊള്ളാം, ഞാൻ പണിത കെട്ടിടം, ഞാൻ പണിത രാജകൊട്ടാരം എല്ലാം കൊള്ളാം എന്ന ഭാവത്തില് ഒരു പ്രത്യേക ഹൃദയത്തിന്റെ അവസ്ഥയിൽ അവൻ ഉല്ലാത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനൊരു ആത്മകഥ ഉള്ളി പറയാ: എന്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി എന്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ബാബിലോൺ. അവൻ പറഞ്ഞത് തെറ്റുണ്ടോ? അവൻ പണിയിച്ച രാജകൊട്ടാരല്ലേ അത്? അവൻ മുഖ്യമന്ത്രിയായപ്പോഴേ കാര്യങ്ങൾ നടന്നത്? നീ സ്കൂളിന്റെ പ്രസിഡന്റ് ആയപ്പോഴുള്ള കാര്യങ്ങൾ തീരുമാനം ഉണ്ടായത്? നീ കൈക്കാരനായ കാലത്തിലെ കാര്യങ്ങൾ നടന്നത്? നീ പ്രിൻസിപ്പൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയായത്? തെറ്റുണ്ടോ അതിനകത്ത്? തെറ്റുണ്ടോ ശരിയുണ്ടോ ഇല്ലെന്ന് അടുത്ത വായിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും.
അടുത്ത വാക്യത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: ഈ വാക്കുകൾ രാജാവിന്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു: നബൂഖദ്നേസർ രാജാവേ, നിന്നോടാണിത് പറയുന്നത്, രാജ്യം നിന്ന് വേർപെട്ടിരിക്കുന്നു. ഈ വാക്കുകൾ രാജാവിന്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ ഒരു സ്വരം കേട്ടു എന്ന്, രാജ്യം നിന്ന് വേർപെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജാവ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കാരണം ആ വാക്ക് നാവിൽ നിന്ന് പുറത്തേക്ക് വീണിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? ഹൃദയത്തിൽ ഒരു പ്രത്യേക സന്തോഷം, ഒരു പ്രത്യേക ചിന്ത അത്രേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ആ നാവിൽ നിന്ന് വാക്ക് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ദൈവം അവരെ പിടികൂടി, എന്നിട്ട് അവരെ സാമ്രാജ്യം കൈവിട്ടു പോയി സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിച്ചത്: വീണ അപമതി ഏൽക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ആത്മപ്രശംസ ഒഴിവാക്കണം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവം ഒരുപാട് നല്ല കാര്യങ്ങള് നമ്മളോട് ചെയ്യാൻ അനുവർത്തിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരു അതിരുകവഞ്ഞ ആഹ്ലാദം അരുത്, അതിരുകവഞ്ഞ സന്തോഷം അരുത്. മറിച്ച് എളിമപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് വീണ്ടും ചില തിരുവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മൾ വായിക്കുന്നത് 1 സാമുവേൽ 2:3 അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ് പ്രവർത്തികളെ വിലയിരുത്തുന്നത്. നിന്റെ ചിന്തയിൽ ആത്മപ്രശംസ വരരുത്, നിന്റെ സംസാരത്തിൽ ഗർവ് വരരുത്, നിന്റെ സംസാരത്തിൽ ഒരു അതിരുകളഞ്ഞ ആഹ്ലാദം വരരുത്. കാരണം ഇതെല്ലാം വിലയിരുത്തുന്ന ഒരു ദൈവമായ കർത്താവുണ്ട് എന്ന കാര്യം നീ മറക്കരുതെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുക. മറിച്ച് ഒരു ദൈവവൈദ്യൻ എന്താണ് ഇതിനെക്കുറിച്ച് ചെയ്യേണ്ടത്? അത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 18-ാം തിരുലിഖിതത്തിലാണ്. പ്രഭാഷകൻ 3:18. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. നീ എത്രമാത്രം ഉയരുന്നോ, നിനക്ക് എത്രമാത്രം അനുഗ്രഹം കിട്ടണോ, നീ എത്രമാത്രം ദൈവം ഉയർത്തുന്നോ, അതിനനുസരിച്ച് നീ എളിമപ്പെട്ട് വരുമ്പോൾ ദൈവത്തിന്റെ കൃപയ്ക്ക് നീ പാത്രബോധനായി തീരുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയാണ് സഹോദരങ്ങളെ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മളോട് നടന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒരു സംഗതിയൊക്കെ വരാം. സൈക്കോളജിസ്റ്റ് അതൊക്കെ നല്ലതാണെന്ന് പറയും, ഒക്കെ ശരിയാ, മാനസികാരോഗ്യത്തിനൊക്കെ നല്ലത് തന്നെയാണ്. എന്നാൽ നിന്റെ ആത്മരക്ഷയ്ക്ക് അത് അപകടമാണെന്ന് ചിന്തിക്കണം. അങ്ങനത്തെ ഒരു ഭാവം നമ്മുടെ ജീവിതത്തിൽ വരാം. അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ അതിന് പുലർത്തേണ്ട ഒരു മാനദണ്ഡം? അതിനെക്കുറിച്ചുള്ള വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. അത് നമ്മൾ വായിക്കുന്നത് 20-ാം സങ്കീർത്തനത്തിൽ 7-ാം തിരുലിഖിതത്തിലാണ്. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അഭിമാനം തോന്നിക്കോ, നല്ലത് തന്നെ. അതാരുടെ നാമത്തിലാണ്? കർത്താവ് ദൈവത്തിന്റെ നാമത്തിലാണ് ഒരു അഭിമാനം തോന്നേണ്ടത്. അല്ലാതെ ആത്മപ്രശംസയുടെ ചിന്തയല്ല വരേണ്ടത്, സ്വന്തം ആത്മാവിനെ കുറിച്ച് പ്രശംസയല്ല വരേണ്ടത്, സ്വന്തം കഴിവിനെ കുറിച്ച് പ്രശംസയല്ല വരേണ്ടത്. എന്റെ സഹോദരങ്ങളെ, മനുഷ്യർ ഒരുപാട് പേര് നമ്മളെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. നീ ചെയ്തോണ്ടായിരുന്നു, നീ അങ്ങനെ ചെയ്തോ, നീ ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബെസ്റ്റ് എന്ന് പറഞ്ഞു വരും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? അത് നമ്മൾ വായിക്കുന്നത് കോരിന്തോസ് ലേഖനത്തിലാണ്. 2 കോരിന്തോസ് 10:17-18. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെന്നാൽ തന്നെ പ്രശംസിക്കുന്നവനോ മറ്റുള്ളവരുടെ പ്രശംസ കേൾക്കുന്നവനല്ല സ്വീകാര്യൻ, മറിച്ച് കർത്താവ് പ്രശംസിക്കുന്നവനാണ് നീതിമാൻ, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ പ്രശംസിക്കുന്നുണ്ടോ എന്ന് നിന്റെ ആത്മാവിൽ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവചനത്തിൽ 20-ാമത്തെ അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വചനം വെളിപ്പെടുത്തുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തന്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ, പ്രശംസിക്കുന്നവൻ
താൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ അനുവദിക്കുമ്പോൾ ഇത് കർത്താവാണ് ചെയ്ത് തന്നതിൽ എന്നൊരു ആനന്ദവും സന്തോഷം, ഇതാണ് ആത്മപ്രശംസ ഒഴിവാക്കാനുള്ള മാർഗം. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പരിശുദ്ധ അമ്മ എളിമയുടെ ഉദാത്തമായ മാതൃക. വിശുദ്ധന്മാര്, സ്ത്രീകന്മാര്, എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു കൃപയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കണം. ഈ ആത്മപ്രശംസ ചിന്തകൾ മാറണം. അഹങ്കാര ആത്മപ്രശംസ തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ സഹോദരങ്ങളെ അഹങ്കരിക്കുന്നില്ല എന്ന് ചിന്തിക്കണം. ഈ ആത്മപ്രശംസയുടെ തല കൊണ്ടത് ശരിക്കും ആത്മശോധന ചെയ്യണം. ഈ സമയത്ത് എളിമപ്പെട്ട് കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് വലിയ ഒരു സന്തോഷവും ആനന്ദവും എളിമയും അവിടുത്തെ നാമത്തെ പ്രതി ഉണ്ടാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഓ കർത്താവേ, വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കർത്താവേ, ആത്മപ്രശംസയുടെ ചിന്തകളാൽ ഹൃദയം മൂടുന്ന ഓരോ ദാസന്മാരുടെ മേലുള്ള ആ ഒരു അന്ധകാരപീഠം മാറട്ടെ എന്നും കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളാനുള്ള ഒരു അഭിഷേകം ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ എന്നും യേശുവിന്റെ നാമത്തിൽ ശേവർക്കാൻ വട്ടാച്ചന്റെ കൂട്ടായ്മ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. വിട്ടുതൽ കൃപ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആത്മപ്രശംസ അരുത്, കർത്താവിൽ അഭിമാനിക്കട്ടെ. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. സാമുവേൽ പ്രവചനത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ആകാശം ചായ്ച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് വരും. കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവഭക്തനോടും കർത്താവ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ വെളിപ്പെടുത്തും. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നു: ഭയപ്പെടേണ്ട, ദൈവ പൈതലേ എന്ന് കർത്താവ് ആശ്വസിപ്പിക്കുന്ന വെളിപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം ഭയപ്പെടേണ്ട, ഇതാ കർത്താവിൻ്റെ സമാധാനമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ അവസ്ഥകളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് ആശ്വസിപ്പിക്കുന്ന സമയമാണ്. കർത്താവ് സമാധാനം നൽകുന്ന സമയമാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് കർത്താവ് വിടുതലിൻ്റെ ദൈവമായി വ്യാപരിക്കുന്ന സമയമാണ്. കർത്താവ് പാലസ്തീനയുടെ പരിസര പ്രദേശങ്ങളിൽ കടന്നുപോയപ്പോൾ വഴിയുടെ ഇരുവീതികളിലും പലവിധ പ്രശ്നങ്ങളാൽ നിന്നവർ ഇതുപോലെ കർത്താവിനെ നിലവിളിച്ചപ്പോൾ കർത്താവ് അവരെല്ലാം അനുഗ്രഹിച്ച് അവരെല്ലാ പ്രശ്നത്തിനും കർത്താവ് ഉത്തരം നൽകി. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്തു, ഭയമുള്ളവരെ ധൈര്യപ്പെടുത്തി, രോഗമുള്ളവരെ സുഖപ്പെടുത്തി, ബന്ധനത്തിരുന്നവരെ വിടിപ്പിച്ചു, പൈശാചിക ബന്ധനത്തിനുള്ളപ്പോൾ പിശാചിനെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. അതേ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ അന്ന് സംഭവിച്ചതെല്ലാം ഇന്ന് സംഭവിക്കും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. കർത്താവിൻ്റെ പക്കലെ ഈ കാര്യങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസന്മാരെയും കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ കർത്താവായ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തടസ്സങ്ങൾ ഇരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, നാരകീയ സേനകൾ വിട്ടുമാറി പോകട്ടെ, അത്ഭുത വിടുതൽ കൃപയാഭിഷേകം ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus.